ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബി മൈ മൾട്ടിപ്പിൾ ഐ വിൽ ബി യുവർ ഫാക്ടർ. പുതിയ ചാപ്റ്ററാണ് ബി മൈ മൾട്ടിപ്പിൾ ഐ വിൽ ബി യുവർ ഫാക്ടർ. ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സി ബി മൈ മൾട്ടിപ്പിൾ ഐ വിൽ ബി യുവർ ഫാക്ടർ. സോ in this chapter we are going to discuss about multiples and factors. നമ്മൾ ഓൾറെഡി 2 വീഡിയോ ക്ലാസ്സിൽ മൾട്ടിപ്പിളിനെയും ഫാക്ടറിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇന്ന് നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ 2 പാർട്ടുണ്ട്. ബി മൈ മൾട്ടിപ്പിൾ, മൾട്ടിപ്പിളും ഉണ്ട് ഫാക്ടറും ഉണ്ട്. ആദ്യം നമ്മൾ മൾട്ടിപ്പിളിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് അറിയാം അല്ലേ? അതിൽ ആദ്യത്തെ ഈവൻ നമ്പർ കേട്ടിട്ടുണ്ടല്ലോ. ഓൾ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 2. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്തെന്ന് പറയും? ഈവൻ നമ്പേഴ്സ്. ദീസ് നമ്പേഴ്സ് ഹാവ് ഓൺലി ഡിജിറ്റ്സ് 0, 2, 4, 6 and 8 in ones place. ones placeൽ 0യോ 2ഓ 4ഓ 6ഓ 8ഓ ആണ് വരുന്നതെങ്കിൽ those numbers are comes under the category even numbers. Okay, for example, see 2, 4, 6, 8, 10, 12, 14, 16, 18, 20 ഇതെല്ലാം 2ന്റെ ടേബിളിലെ ആൻസേഴ്സ് ആണ്. ഇങ്ങനെ ഈ എല്ലാ നമ്പേഴ്സിന്റെയും പ്രത്യേകത എന്താ? ഇതിന്റെ എല്ലാത്തിന്റെയും വൺസ് പ്ലേസിൽ, അതായത് ലാസ്റ്റ് നമ്പർ വന്നേക്കുന്നത് either 0 or 2 or 4 or 6 or 8. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഈവൻ നമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻവോൾവ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ നമ്മൾ എടുത്തേക്കുന്ന എല്ലാ നമ്പേഴ്സിന്റെയും പ്രത്യേകതയായിട്ട് എൻഡ്സ് വിത്ത് either 0, 2, 4, 6 and 8. So all these numbers are comes under the category of even numbers. So I think all of you get the idea of even numbers അല്ലേ? See the ഈ ഈവൻ നമ്പർ എന്ന് തുടങ്ങുന്ന പോർഷൻ തൊട്ടുള്ള നോട്ട്സ് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന എൻറ്റയർ ടോപ്പിക്സ് ഇനി അങ്ങോട്ട് ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉണ്ട്. ആ സമയത്ത് ഒരിക്കലും മൾട്ടിപ്പിൾ എന്താണ് ഫാക്ടർ എന്താണ് എന്ന് പറഞ്ഞു തന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല. ചിലപ്പോൾ വേർഡ് പ്രോബ്ലംസിന്റെ ഇടയ്ക്കായിരിക്കും ഈ സംഭവങ്ങൾ കയറി വരിക. ഓക്കെ, അതുകൊണ്ട് ഇപ്പോഴേ തറവായിട്ട് പോകും. അതുകൊണ്ടാണ് ഇത്രയും ക്ലാസ് എടുത്തിട്ട് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പർ മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ഗിവൺ നമ്പർ തരുവാണ് 246. ചെക്ക് വെദർ ദിസ് നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? വൺസ് പ്ലേസിലെ നമ്പർ നോക്കുക. വൺസ് പ്ലേസിലെ നമ്പർ ഏതാണ്? 6. അപ്പം നമുക്കറിയാം 6 എന്ന് പറയുന്ന നമ്പർ വൺസ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈവൻ. അതുപോലെ 428 വൺസ് പ്ലേസിലെ നമ്പർ 8 ആണ്. അപ്പോൾ അതെന്താണ്? കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ഈവൻ നമ്പർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ 0യോ 2ഓ 4ഓ 6ഓ 8ഓ വൺസ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ ദോസ് നമ്പേഴ്സ് ആർ കംസ് അണ്ടർ ഈവൻ നമ്പർ. മനസ്സിലായല്ലോ? സോ ഇങ്ങനെ ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഈസിയാണ്. 324 വൺസ് പ്ലേസിലെ നമ്പർ 4 ആണ്. സോ ദിസ് നമ്പർ 324 is also comes under the category of even number. Okay. Next comes under the category odd number. Okay, even number എല്ലാവർക്കും മനസ്സിലായാലും മറന്നു പോകരുത്. ഇനി നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ ഒരിക്കലും ഈവൻ നമ്പറിന് ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ ആരും തരില്ല. സോ ഇവിടെ വെച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് പോകാം. ഓഡ് നമ്പർ. ഓൾ ദ നമ്പർ വിച്ച് ആർ നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 2 ആർ കാൾഡ് ഓഡ് നമ്പേഴ്സ്. 2ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരാത്ത എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്തെന്ന് പറയും? ഓഡ് നമ്പേഴ്സ്. അതായത് ഞാൻ മുകളിൽ എഴുതിയത് അല്ലാത്ത വരുന്ന നമ്പർ 1, 3, 5, 7, 9, 11, 13, 15, 17, 19 അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും?
Yes, its ones place contains either 1 or 3 or 5 or 7 or 9. ഒന്നിലോ മൂന്നിലോ അഞ്ചിലോ ഏഴിലോ ഒൻപതിലോ അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സും ഏത് കാറ്റഗറിയിൽ വരുന്ന നമ്പേഴ്സ് ആണ്? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന നമ്പേഴ്സ് ആണ്. സി ഞാൻ ഇതിന്റെ ബാക്കി എഴുതാണ്. 1 3 5 7 9 11 13 15 17 19 21 23 25 27 29 അങ്ങനെ പോകും. സി ഞാൻ ബാലൻസ് ചെയ്ത നമ്പറിന്റെ എല്ലാത്തിനെയും വൺസ് പ്ലേസിലെ നമ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തേ. 1 3 5 7 9 കണ്ടോ? 1 3 5 7 9. സോ ഇങ്ങനെ 1 3 5 7 9 ഈ നമ്പേഴ്സ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ വൺസ് പ്ലേസിൽ 1 3 5 7 9 ആണ് വരുന്നതെങ്കിൽ those numbers are comes under the category of odd numbers. This is the common difference between even number and odd number. So ഇതുപോലെ മുകളിൽ നമ്മൾ ചെയ്ത എക്സാമ്പിൾ പോലെ ഒരു ഗിവൺ നമ്പർ തന്നു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് വൺസ് പ്ലേസിൽ 1 3 5 7 9 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി മൾട്ടിപ്പിൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. A multiple of a number is a number obtained by multiplying the given number by counting the numbers 1, 2, 3, etc. and so on. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 2 3 4 5 അങ്ങനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ ലിസ്റ്റിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്പിൾസ് ഓഫ് 2, 2ന്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുക. 2 എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യും നമ്മൾ? യെസ്, വി ആർ മൾട്ടിപ്ലൈയിങ് ദിസ് 2 ബൈ 1 2, അതായത് 2 ഇൻറ്റു ടേബിളിലെ ആൻസേഴ്സ് 2. നെക്സ്റ്റ് 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 2 6. അങ്ങനെ ആ ആൻസർ മാത്രം എന്ത് ചെയ്യുക? കോമയിട്ട് എഴുതി പോവുക. നെക്സ്റ്റ് വന്നിട്ട് 8, 5 ഇൻറ്റു 2 10, അങ്ങനെ പോവും. ഇതാണ് മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയുന്നത്. സോ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസേഴ്സിനെ കോമ ഇട്ട് നിരത്തി എഴുതുക. ഒരിക്കലും ടേബിൾ എഴുതി വെക്കരുത്. വി വാണ്ട് ഓൺലി ദോസ് ആൻസേഴ്സ്. നമുക്ക് ആൻസേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസേഴ്സ് എന്ത് ചെയ്യുക? എഴുതുക. സോ ഇവിടെ എഴുതിയേക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ മൾട്ടിപ്പിൾ ഓഫ് 2. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 എങ്ങനെയായിരിക്കും എഴുതുക? യെസ്, 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസേഴ്സിനെ കോമയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ആൻസർ മാത്രമേ എഴുതാവൂ. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ആരും ടേബിൾ എഴുതി വയ്ക്കരുത്. 3 6 9 12 15 എക്സെട്ര. ഓക്കെ, മനസ്സിലായോ? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻസേഴ്സ് ആണ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നുള്ള ലിസ്റ്റിൽ വരുന്ന ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 4ന്റെ ടേബിളിലെ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻസേഴ്സ് കോമേഴ്സ് ഇട്ട് നിരത്തി എഴുതുക. 4 8 12 16 20 എക്സെട്ര 24 അങ്ങനെ പോകും. ഓക്കെ, സോ ഐ തിങ്ക് യു ഗെറ്റ് ദ ഐഡിയ ഓഫ് മൾട്ടിപ്പിൾ. വാട്ട് ഈസ് എ മൾട്ടിപ്പിൾ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ ആ 2ന്റെ മൾട്ടിപ്പിൾ ഒന്ന് കുറച്ചധികം അങ്ങ് മൾട്ടിപ്പിൾസ് കോമയിട്ട് എഴുതുവാണേ. അതുപോലെ 3യുടെ മൾട്ടിപ്പിൾസും 15 കഴിഞ്ഞ അടുത്തത് 18 21 24 27 30 33 അങ്ങനെ പോകും. ഇനി 4ന്റെ വന്നിട്ട് 24 കഴിഞ്ഞ അടുത്ത ഏതായി 28 32 36 40 എക്സെട്ര. ഇനി അതുപോലെ ഈ താഴെ കൊടുത്തേക്കുന്ന പോലെ മൾട്ടിപ്പിൾ ഓഫ് 5 ഏതൊക്കെയാ വരിക? 5 10 15 20 25 30 35
40, 45 അങ്ങനെ പോകും. ഇനി മൾട്ടിപ്പിൾ ഓഫ് 6, 6ന്റെ ടേബിൾ ആൻസർ 6, 12, 18, 24, 30, 36, 42, 48, etc. ഓക്കെ, അടുത്തതും കൂടെ എഴുതാം. 54, etc. ഇനി അടുത്ത 7 ആണെങ്കിലോ 7, 14, 21, 28, 35, 42, 49, അടുത്ത 56, അങ്ങനെ പോകും. ഇനി 8ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 8, 16, 24, 32, 40, 48, 56, 64, അങ്ങനെ എക്സെട്ര. ഓക്കെ, ഇനി 9ന്റെ ടേബിൾ ആൻസേഴ്സ് ആണെങ്കിലോ 9, 18, 27, 36, 45, 54, 63, 72, അങ്ങനെ പോകും. ഇനി 10ന്റെ 10, 20, 30, 40, 50, 60, 70, അങ്ങനെ പോകും. ഇനി 11ന്റെ 11, 22, 33, 44, 55, 66, 77, അങ്ങനെ പോകും അല്ലേ. സോ മൾട്ടിപ്പിൾ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇതാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നമുക്ക് ഫാക്ട്സ് അബൌട്ട് മൾട്ടിപ്പിൾസ്. എന്താണ് ഫാക്ട്സ് അബൌട്ട് മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേകതകളുണ്ട്. ചില അതിന് മുമ്പേ മൾട്ടിപ്പിൾസ് ഓഫ് 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇത്രയും നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ. അതിൽ ചില വരികൾ നോക്കുമ്പോൾ ചില നമ്പേഴ്സ് ഒരുപോലെ വരും. അങ്ങനെ ഒരുപോലെ വരുന്നതിനെ, ഒരുപോലെ വരിക മീൻസ് അതിന് ഇംഗ്ലീഷിൽ എന്തെന്നാ പറയുക? കോമൺ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസിനെ എന്തെന്ന് പറയും നമ്മൾ? കോമൺ മൾട്ടിപ്പിൾ. അത് പറയാം. നമുക്ക് ഈ ഫാക്ട്സ് ഒന്ന് നോക്കാം. എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. എല്ലാ നമ്പറും 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആൻസേഴ്സ് ആണ്. അപ്പോൾ 1ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എല്ലാ നമ്പറും വരും. ഇനി ഇതിപ്പോൾ ഞാൻ 2ന്റെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തേക്കും. നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? 1ന്റെ ടേബിളിൽ ആൻസേഴ്സ് എന്തൊക്കെയാ? 1ന്റെ ടേബിളിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ദാറ്റ് ഈസ് എവറി നമ്പർ comes under മൾട്ടിപ്പിൾ ഓഫ് 1. മൾട്ടിപ്പിൾ ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ ആ ആൻസർ ലിസ്റ്റിൽ എല്ലാ കൗണ്ടിങ് നമ്പേഴ്സും വരും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സെൽഫ്. എല്ലാ നമ്പറും അതിന്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആണ്. കേട്ടോ, മൾട്ടിപ്പിൾ ഓഫ് 2. 2ന്റെ മൾട്ടിപ്പിൾ ആദ്യം വരുന്ന നമ്പർ ഏതാ? 2 ആണ്. 3യുടെ മൾട്ടിപ്പിൾ ഓഫ് 3. 3 ആണ് ആദ്യം വരുന്ന ആൻസർ. മൾട്ടിപ്പിൾ ഓഫ് 4. 4 ആണ് ആദ്യം വരുന്ന ആൻസർ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾ എടുത്താലും ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദാറ്റ് നമ്പർ. മനസ്സിലായി? ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ ലിസ്റ്റിൽ ആദ്യം വരുന്നത് അതേ സെയിം നമ്പർ തന്നെ ആയിരിക്കും. നമ്മൾ 2 ഫാക്ട്സ് പഠിച്ചു. ഒന്നാമത്തത് എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. ഇനി എവറി നമ്പർ comes under the multiple of that number. മനസ്സിലായോ? 2 പ്രോപ്പർട്ടീസ് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് ഫാക്ട്.
അതിന് മുമ്പ് ഐ തിങ്ക് ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് ഏത് നമ്പർ ചോദിച്ചാലും എഴുതാമല്ലോ. എന്താ ചെയ്യുക, ആ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻസേഴ്സ് കോമൺ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ കാണിക്കുന്നത് 7 എന്ന് പറയും. മൾട്ടിപ്പിൾ ഓഫ് 7ൽ 7 ലിസ്റ്റിൽ വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ഓഫ് 6ൽ 6 ലിസ്റ്റിൽ വരുന്നുണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഓഫ് 10 വരുന്നുണ്ട് ലിസ്റ്റിൻ്റെ അകത്ത്. അത് ജസ്റ്റ് ഇങ്ങനെ അത് കാണിച്ചു തരുന്നതാണ്. Every number is a multiple of itself. പിന്നെ നേരത്തെ പറഞ്ഞ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. കോമൺ മൾട്ടിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ആൻസർ അത് മാത്രം എടുത്ത് എഴുതുന്നതാണ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 6ഉം മൾട്ടിപ്പിൾ ഓഫ് 7ഉം ആ രണ്ട് ലൈൻസ് എടുത്തിട്ട് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 6ഉം 7ഉം നോക്കുകയാണ്. അപ്പൊ 6ന്റെ ആ ലൈനിലും 7ന്റെ ആ ലൈനിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഒരുപോലെ വരുന്ന നമ്പർ 6, 12, 18, 24, 30, 36, 42 വരുന്നുണ്ടല്ലേ. രണ്ട് ലൈനിലും 42 എന്ന് പറയുന്ന നമ്പർ വരുന്നില്ലേ. അപ്പൊ ഈ 6ന്റെയും 7ന്റെയും മൾട്ടിപ്പിളിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 42. ഓക്കെ, ആ താഴെ കണ്ടോ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 8. 8ന്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് എഴുതുക. അപ്പൊ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 8 into 5 വരെയുള്ള ആൻസേഴ്സ് എഴുതിയാൽ മതി. അപ്പോൾ 8, 60, 24, 8 into 4 32 ആ വരുന്നത്. പിന്നെ 8 into 5 40. ഈ 5 ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി, കാരണം 5 മൾട്ടിപ്പിൾസ് ചോദിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? 8 into 1, 8 into 2, 8 into 3, 8 into 4, 8 into 5. ആ 5 ആൻസേഴ്സ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തേക്കും ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇനി ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈസ് 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6? 54 എന്ന് പറയുന്ന നമ്പർ 6ന്റെ മൾട്ടിപ്പിൾ ലിസ്റ്റിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്ത് നോക്കുക. If 54 is a multiple of 6, then it should be completely divisible by 6. 54 എന്ന് പറയുന്ന ആൻസർ 6ന്റെ ടേബിളിൽ വരുമെങ്കിൽ നമുക്ക് ഈ 54നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്ത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 0 കിട്ടണം. അങ്ങനെ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ we can say that 54 is a multiple of 60. അപ്പൊ ഞാൻ 54നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 6ന്റെ ടേബിൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. 1 into 6 6, 2 into 6 12, 3 into 6 18, 4 into 6 24, 5 into 6 30, 6 into 6 അങ്ങനെ പറഞ്ഞു 9 into 6 54. So the remainder become
0. ഇങ്ങനെ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ we can say that 54 is a multiple of 6. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാം. Is 54 is a multiple of 6? Yes. Yes, 54 is a multiple of 6. എന്താ കാരണം? Because 54 is exactly അല്ലെങ്കിൽ completely divisible by 6. So 54 is a multiple of 6. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ട രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 54 എങ്ങനെയാണ് 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്ത് കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ 78 is a multiple of 4. 78 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കും? 78നെ 4 കൊണ്ട് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക. 78 divided by 4 ചെയ്ത് നോക്കുക. ചെയ്യാം. 78 divided by 4. 7ൽ എത്ര 4 ഉണ്ടോ? ഒരു പ്രാവശ്യം 4. 7ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാലൻസ് 3. then 38. എത്ര പ്രാവശ്യം വരും? 9 times 36. റിമൈൻഡർ എത്രയാ വരിക? 2. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിമൈൻഡർ 2 വന്നു. റിമൈൻഡർ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാൻ പറ്റൂ. ഇവിടെ റിമൈൻഡർ 2 ആണ് വന്നത്. സോ നമുക്ക് എന്താ എഴുതാം? 78 is not a multiple of 4. മനസ്സിലാവുന്നുണ്ടോ? റീസൺ എന്താണെന്ന് നമ്മൾ സൈഡിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് 78 is not exactly divisible by 4 അല്ലെങ്കിൽ 78 is not completely divisible by 4. ഓക്കെ, ഇനി അടുത്തത്, find the multiples of 7 between 40 and 60. 40ക്കും 60ക്കും ഇടയ്ക്കുള്ള 7ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. ടേബിൾ അറിയാലോ എല്ലാവർക്കും. അപ്പൊ 40ക്കും 60ക്കും ഇടയ്ക്ക് 7ന്റെ ടേബിൾ വരുന്ന ആൻസർ മാത്രം എഴുതുക. നമ്മളിപ്പോ മൾട്ടിപ്പിൾസ് ഓഫ് 7 എഴുതുകയാണേ. 7, 14, 21, 28, 35, 42, 49, 56, അടുത്തത് ഏതാ വരിക? 63. 56 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 7ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 63 ആണ്. പക്ഷേ നമുക്ക് ആ 63 കൂടെ എഴുതാം. ഇനി നമ്മുടെ അങ്ങനെ പോകും. നമുക്ക് എന്താ വേണ്ടത്? 40ക്കും 60ക്കും ഇടയ്ക്കുള്ള നമ്പർ മാത്രം മതി. അപ്പൊ ഈ ഞാൻ എഴുതിയ ലിസ്റ്റ് നിന്ന് 40ക്കും 60ക്കും ഇടയ്ക്ക് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 40 കഴിഞ്ഞിട്ട് വരുന്ന 42 ഉണ്ട്, 49 ഉണ്ട്, 56 ഉണ്ട്. പിന്നെ വന്നിട്ട് 63. 60 കഴിഞ്ഞ് പോയി. ആ നമ്പർ നമുക്ക് ആവശ്യമില്ല. നമുക്ക് 40ക്കും 60ക്കും ഇടയ്ക്കുള്ള നമ്പർ മാത്രം മതി. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 42, 49 ആൻഡ് 56. ഇത് മൂന്നും മാത്രമാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്ന ഈ ക്വസ്റ്റിന്റെ ആൻസർ ലിസ്റ്റിനകത്ത് വരുന്നത്. മനസ്സിലായോ? നിങ്ങളോട് ഒരിക്കലും എക്സാമിന് ഫൈൻഡ് ദ മൾട്ടിപ്പിൾ ഓഫ് 7 അല്ലെങ്കിൽ ഫൈൻഡ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 7 അങ്ങനെ ചോദിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് വെച്ചേ ചോദിക്കൂ. ഇനി നോക്കിയേ, മൾട്ടിപ്പിൾസ് ഓഫ് 8 ലെസ് ദാൻ 30. 30യെക്കാട്ടിയും ചെറിയ 8ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. നമുക്കറിയാം മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുന്നത് 8ന്റെ ടേബിളിലെ ആൻസേഴ്സ് ആണ്. പറഞ്ഞേ, 8, 16, 24, 32, 40, 48 അങ്ങനെ പോകും. നമുക്ക് എന്ത് മതി? ലെസ് ദാൻ 30. 30യെക്കാട്ടി ചെറുത്. അപ്പൊ ഏതൊക്കെയുണ്ട്? 8, 16 ആൻഡ് 24. മനസ്സിലായോ? ബാക്കി നമ്പേഴ്സ് നമുക്ക് ആവശ്യമില്ല. 32 എന്ന് പറയുന്നത് 30യെക്കാട്ടിയും വലിയ നമ്പറാണ്. നമുക്ക് 30യെക്കാട്ടിയും ചെറിയ നമ്പേഴ്സ് മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Observe the pattern and write the next 3 multiples. പാറ്റേൺ നോക്കിയിട്ട് അടുത്ത 3 നമ്പേഴ്സിനെ എന്ത് ചെയ്യുക? എഴുതുക. പാറ്റേൺ കൊടുത്തേക്കുന്നത് എന്ത് തന്നെയാണ്? ഒരു മൾട്ടിപ്പിൾസ് ലിസ്റ്റ് തന്നെയാണ്. 40, 50, 60. അപ്പൊ അടുത്ത എത്ര ആയിരിക്കും? ഇത് ഏതിന്റെ മൾട്ടിപ്പിൾസ് ആയി കൊടുത്തേക്കുന്നത്? കാണുമ്പോഴേ അറിയാലേ 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 60 കഴിഞ്ഞിട്ട് വരുന്ന 10ന്റെ മൾട്ടിപ്പിൾ ഏതാ? 70, 80, 90. 3 എണ്ണം എഴുതിയാൽ മതി. 3 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾ ആണ് ആദ്യം തന്നേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
15, 20, 25 ഇത് ഏതിന്റെയാണ്? 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആൻസറാണ് തന്നേക്കുന്നത്. അപ്പൊ അടുത്ത 3 നമ്പേഴ്സ് ഏതൊക്കെയാ? 30, 35, 40. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 9, 12, 15 ഇത് ഏതിന്റെ ആൻസേഴ്സ് തന്നേക്കുന്നത്? 3യുടെ മൾട്ടിപ്പിൾ ആണ് തന്നേക്കുന്നത് അല്ലേ? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻസേഴ്സ്. അപ്പൊ 15 കഴിഞ്ഞിട്ട് വരുന്ന 3യുടെ മൾട്ടിപ്പിൾ ഏതാണ്? 3 into 3 9, 4 into 3 12, 5 into 3 15, 6 into 3 18, 7 into 3 21, 8 into 3 not 27 അത് 21 ആണ് കേട്ടോ. 18 കഴിഞ്ഞ് വരുന്നത് 21. മനസ്സിലായോ? 3 നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏതിന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും സ്റ്റാർട്ടിങ് തൊട്ട് തരില്ല, മിഡിൽ വെച്ചിട്ടും അങ്ങനെ ആയിരിക്കും തരിക. ഓക്കെ, സോ 3 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, 3 പാറ്റേൺസ് മനസ്സിലായല്ലോ. നമുക്ക് അടുത്തത് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതുപോലെ LCM ഞാൻ പറഞ്ഞു. LCMന്റെ ഫുൾ ഫോം എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. മൾട്ടിപ്പിൾ നമ്മൾ ഇത്രയും നേരം ചെയ്തു. ഇനി കോമൺ മൾട്ടിപ്പിളും അതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പരും. ഓക്കെ, അപ്പൊ നമുക്ക് 2ന്റെയും 9ന്റെയും ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ അറിയാവുള്ളൂ അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 2 എടുക്കുക. 2ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32. പിന്നെ അടുത്ത മൾട്ടിപ്പിൾ ഓഫ് 9 പറഞ്ഞേ. 9, 18, 27, 36, 45 അങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 9 and 2, അതായത് ഈ 2 വരിയിലും കോമൺ ആയിട്ട് വരും, ഒരുപോലെ വരുന്ന നമ്പർ ഏതൊക്കെയുണ്ടോ? 18 വരുന്നുണ്ട് അല്ലേ രണ്ടിലും? 18. അപ്പൊ 18 എന്ന് പറയുന്നത് വരുന്നുണ്ട്. 18 എഴുതുക. ഇനി അടുത്തത് 32 വരെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. 34 ബാക്കിയും കൂടെ എഴുതാം. 36, 38, 40. അപ്പൊ നമുക്ക് 36 വന്നു അല്ലേ? മുകളിലും താഴെയും 36. അപ്പൊ ആ 36 അങ്ങ് റൗണ്ട് ചെയ്യുക. അപ്പോൾ അടുത്ത 18 കഴിഞ്ഞാൽ പിന്നെ കോമൺ ആയിട്ട് വന്ന നമ്പർ ഏതാണ്? 36. ഇനി അടുത്ത ഏതാ വരിക? നമ്മൾ 9ന്റെ ടേബിളിൽ 36 വരെ എഴുതിയോളൂ. നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾ ആണ് വേണ്ടത്. അപ്പൊ 3 നമ്പർ വേണം. ഇപ്പൊ നമുക്ക് 2 നമ്പർ വെച്ച് കിട്ടിയല്ലേ? ഇനി നമ്മള് മൾട്ടിപ്പിൾ ഓഫ് 5 അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. തൽക്കാലം ഇപ്പൊ 2 എഴുതിയാൽ മതി. 5ന്റെയും 6ന്റെയും കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാം. അപ്പൊ 5ന്റെ എഴുതുമ്പോൾ നമ്മൾ 5ന്റെ ടേബിൾ ആൻസേഴ്സ് 5, 10, 15, 20, 25, 30, 35, 40, 45 അങ്ങനെ എഴുതി. ഇനി 6ന്റെ മൾട്ടിപ്പിൾ ഓഫ് 6ന്റെ ടേബിൾ ആൻസേഴ്സ് 6, 12, 18, 24, 30, 36, 42, 48, 54, 60 അങ്ങനെ പോകും അല്ലേ? ഇനി നമുക്ക് കോമൺ മൾട്ടിപ്പിൾ ഓഫ് അതിന്റെ ബാക്കി കൂടി 50, 55,
60, 65 അങ്ങനെ പോകും. ഇനി ഈ 5ന്റെയും 6ന്റെയും കോമൺ മൾട്ടിപ്പിൾ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കോമൺ മൾട്ടിപ്പിൾ ഓഫ് 5 and 6 നോക്കിയേ, രണ്ടിലും ഒരുപോലെ വരുന്ന ആദ്യത്തെ നമ്പർ ഏതാ? 30 വരുന്നുണ്ടല്ലേ രണ്ടിലും. 30 റൗണ്ട് ചെയ്തു. ഇനി 60 വരുന്നുണ്ടല്ലേ രണ്ടിലും. അപ്പൊ ഏതൊക്കെയാ കോമൺ ആയിട്ട് വന്ന നമ്പേഴ്സ്? 30, 60. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത ലാസ്റ്റ് യൂസ് നോക്കിയേ, 3ന്റെയും 5ന്റെയും കോമൺ മൾട്ടിപ്പിൾസ്. അപ്പൊ ആദ്യം നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 3 എഴുതുക. 3, 6, 9, 12, 15, 18, 21, 24, 27, 30, 33, 36. നമുക്ക് അറിയാവുന്നതാണ് അത്ര എഴുതി പോകണം, കാരണം ചിലപ്പോൾ ഒരുപാട് എഴുതിയാലേ നമുക്ക് കോമൺ മൾട്ടിപ്പിൾ കിട്ടുള്ളൂ. 36, 39, 42, 45 അങ്ങനെ പോകും. 48. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 5 is equal to 5, 10, 15, 20, 25, 30, 35, 40, 45, 50, etc. ഇനി നമുക്ക് എന്താ വേണ്ടത്? കോമൺ മൾട്ടിപ്പിൾ ഓഫ് 3, 5. കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, നമ്മളിപ്പോൾ എഴുതിയ രണ്ട് ലൈനിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരുപോലെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 15 വരുന്നുണ്ട്. 30 അല്ല, 30ക്ക് മുമ്പ് അവിടെ 15 ഉണ്ടല്ലോ. 15 കണ്ടോ? പിന്നെ ഏത് വരുന്നുണ്ട്? 45 കണ്ടോ? 3 നമ്പേഴ്സ് കിട്ടിയില്ല. ഏതൊക്കെയാണ്? 15, 30, 45. നമ്മൾ കോമൺ മൾട്ടിപ്പിൾ എഴുതുമ്പോൾ കറക്റ്റ് ഓർഡറിൽ എഴുതാം കേട്ടോ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതിലെല്ലാത്തിലും നമ്മൾ കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചു. നമ്മൾ ആദ്യം മൾട്ടിപ്പിൾ പഠിച്ചു, പിന്നെ കോമൺ മൾട്ടിപ്പിൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് LCM അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കും, എന്നിട്ട് അതിൽ നിന്ന് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കും, എന്നിട്ട് അതിൽ നിന്ന് ലീസ്റ്റ്. ലീസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ലീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്. അപ്പൊ എന്താ, സ്റ്റെപ്പ് ആയില്ലേ? മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് നമ്മൾ ഒരുപോലെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന നമ്പർ കണ്ടുപിടിച്ച് കോമൺ മൾട്ടിപ്പിൾ എഴുതി. കോമൺ മൾട്ടിപ്പിളിലെ ഏറ്റവും ചെറിയ ആൻസർ ഏതാണ്? അതാണ് LCM. മനസ്സിലായോ? LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കോമൺ മൾട്ടിപ്പിളിലെ ലോവസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ കണ്ടോ? LCM. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച കോമൺ മൾട്ടിപ്പിളിൽ ആദ്യം വന്ന നമ്പർ ഏതാണ്? അതാണ് LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കുന്ന രീതി. നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യനിലും LCM നോക്കാം. 2ന്റെയും 9ന്റെയും LCM കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചു, കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചു. കോമൺ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ്? 18ഉം 36. അപ്പൊ കോമൺ മൾട്ടിപ്പിൾ ഏതാ? 18. ചെറിയ നമ്പർ ഏതാ? 18 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വന്നു LCM ഓഫ് 5ഉം 6ഉം. അപ്പൊ നമ്മൾ കോമൺ മൾട്ടിപ്പിൾ ഏതൊക്കെ വന്നാ? 30ഉം 60ഉം. അതിൽ ചെറിയ നമ്പർ ഏതാ? 30. അപ്പൊ LCM is equal to 30. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 3ന്റെയും 5ന്റെയും LCM. കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ വന്നത്? 15, 30, 45. അതിൽ LCM ഏതാ? 15. മനസ്സിലായോ? അപ്പോ മൾട്ടിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്താണ് മൾട്ടിപ്പിൾ, എന്താണ് കോമൺ മൾട്ടിപ്പിൾ, എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ ഓക്കെ, മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് എ നമ്പർ ഒബ്ടൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ഗിവൺ നമ്പർ ബൈ കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര ആൻഡ് സോ. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത് 3ന്റെ ടേബിളിലെ ആൻസേഴ്സ് 3, 6, 9, 12 അങ്ങനെ പോകും. ഇനി മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ന്റെ ടേബിളിലെ ആൻസേഴ്സ്. മൾട്ടിപ്പിൾ ഓഫ് 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 25ന്റെ ടേബിളിൽ വരുന്ന ആൻസേഴ്സ്. ഇനി കോമൺ മൾട്ടിപ്പിൾസ്. കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 2ഉം മൾട്ടിപ്പിൾ ഓഫ് 3ഉം എഴുതി, എന്നിട്ട് അതിൽ കോമൺ മൾട്ടിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപോലെ വരുന്ന നമ്പേഴ്സിന് മാത്രം റൗണ്ട് ചെയ്ത് എടുത്ത് എഴുതുക. ഇനി അതിൽ നിന്ന്
ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ അതിൽ കോമൺ മൾട്ടിപ്പിൾ ലിസ്റ്റിൽ നിന്നും ഏറ്റവും ചെറിയ നമ്പർ മാത്രം എടുത്ത് എഴുതുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഓഫ് 5ഉം മൾട്ടിപ്പിൾ ഓഫ് 10ഉം കണ്ടുപിടിച്ചു, എന്നിട്ട് അതിന് കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൽ നിന്ന് LCM എടുത്ത് എഴുതി. ഓക്കെ, ഇനി അടുത്തത് നോക്കിയ ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ഓഫ് 3 കണ്ടുപിടിച്ചു, മൾട്ടിപ്പിൾ ഓഫ് 5 കണ്ടുപിടിച്ചു, അതിൽ നിന്ന് കോമൺ മൾട്ടിപ്പിൾസ് എടുത്ത് എഴുതി, അതിന്റെ LCM അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുത്ത് എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തത്? മൾട്ടിപ്പിൾ ഓഫ് 6 എഴുതി, മൾട്ടിപ്പിൾ ഓഫ് 8 എഴുതി, എന്നിട്ട് അതിൽ നിന്ന് കോമൺ മൾട്ടിപ്പിൾസ് എടുത്ത് എഴുതി, എന്നിട്ട് അതിൽ നിന്ന് LCM കണ്ടുപിടിച്ചു. ഓക്കെ, 24. ഇനി ഫാക്ട്സ് അബൌട്ട് മൾട്ടിപ്പിൾസ് എന്തായിരുന്നു? എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. 1 എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾ ലിസ്റ്റിൽ എല്ലാ നമ്പേഴ്സും വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ദ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ അതേ നമ്പർ തന്നെ ആയിരിക്കും വരിക. നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, 1ന്റെ മൾട്ടിപ്പിളിൽ ആദ്യം വരുന്ന ആൻസർ 1 ആയിരിക്കും. 2ന്റെ മൾട്ടിപ്പിളിൽ ആദ്യം വരുന്ന ആൻസർ 2 ആയിരിക്കും. ഇനി there are infinite number of multiples for a number. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എഴുതാൻ കഴിഞ്ഞാൽ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് കൗണ്ട്ലെസ് ആയിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ ദ നമ്പർ. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ ആ നമ്പറിന് ഈക്വൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും ആ ലിസ്റ്റിൽ വരിക. 6ന്റെ ടേബിളിൽ വരുന്ന ആൻസേഴ്സ് 6ഓ അതിൽ കൂടിയ നമ്പറോ ആയിരിക്കും, ഐ മീൻ ഗ്രേറ്റർ നമ്പറോ ആയിരിക്കും. ഇത്രയാണ് മൾട്ടിപ്പിൾസിന്റെ ഫാക്ട്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഞാൻ ഈ എന്തൊക്കെ കാണിച്ചോ അതെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഇനി ഫൈൻഡിങ് മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ. ദ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ക്യാൻ ബി ഫൗണ്ട് ബൈ, ആദ്യം എന്ത് ചെയ്യും? writing the mathematical table of that number, then doing skip counting, എന്നിട്ട് find the first 5 multiple of 8 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ 8 ആൻസേഴ്സ് മാത്രം എടുത്ത് എഴുതുക. മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാനുള്ള എങ്ങനെയാണെന്ന് അറിയാമല്ലോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആൻസേഴ്സ് എടുത്ത് എഴുതുക. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഓക്കെ, if 54 is a multiple of 6. 54 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? If 54 is a multiple of 6, then it should be completely divisible by 6. 54നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നു എങ്കിൽ that number comes under the multiple list of 6. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കിയതാണ്. നേരത്തെ ടീച്ചർ ചെയ്ത് കാണിച്ചു തന്നതാണ്. ഇത് നോട്ട്ബുക്കിൽ എഴുതുക, ഇതുപോലെ എഴുതണേ. അടുത്ത ഈ 78 is a multiple of 4. 78 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് നോക്കി. 78നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പക്ഷെ അപ്പം നമുക്ക് റിമൈൻഡർ 0 അല്ല 2 ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 78 is not a multiple of 4. Okay. Let's find the multiples of 7 between 40 and 60. അത് ചെയ്തു വരുന്നു നമ്മൾ. 7ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് എഴുതുക. എന്നിട്ട് 40നും 60നും ഇടയ്ക്ക് വരുന്ന നമ്പർ മാത്രം അതിൽ നിന്ന് എടുത്ത് താഴെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് മൾട്ടിപ്പിൾസ് ഓഫ് 8 ലെസ് ദാൻ 30. 30യെക്കാട്ടിയും ചെറിയ 8ന്റെ മൾട്ടിപ്പിൾസ്, അതും നമ്മൾ ചെയ്തതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് പാറ്റേൺസിൽ നെക്സ്റ്റ് 3 നമ്പേഴ്സ് എഴുതാം. 10, 15, 20. ഇവിടെ എന്താ വരിക? നമ്മൾ പറഞ്ഞതാണ്, നോട്ട്ബുക്കിൽ എഴുതുക. 21, 28, 35. ഇത് ഏതിന്റെ ടേബിളാണോ? 7ന്റെ ടേബിളാണ് വരുന്നത്. അപ്പോൾ 7ന്റെ ടേബിളിലെ ബാക്കി 3 നമ്പേഴ്സ് എഴുതുക. ഓക്കെ, അടുത്തത് 36, 42, 48. ഇത് ഏതിന്റെ ടേബിളാണ്? 6ന്റെ ടേബിളാണ് അല്ലേ? 6ന്റെ ടേബിളിൽ 48 കഴിഞ്ഞിട്ട് വരുന്ന 3 ആൻസേഴ്സ്. നെക്സ്റ്റ് 3 ആൻസേഴ്സ് എടുത്ത് എഴുതുക. അതുപോലെ ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 32, 40, 48. അത് 8ന്റെ ടേബിളാണ് വരുന്നത്. 8ന്റെ ടേബിളിൽ 48 കഴിഞ്ഞിട്ട് വരുന്ന 3 നമ്പേഴ്സ് എടുത്ത് എഴുതുക. പാറ്റേൺസ് ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ പാറ്റേൺസ് ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസർ ആണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഈസി ആയിരിക്കും.
അതുകൊണ്ട് എല്ലാവരും എല്ലാത്തിൻ്റെയും ടേബിൾ മകപ്പ് ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ മകപ്പ് ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പാറ്റേൺസുമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 8ന്റെ ടേബിളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഫൈൻഡ് ദ മൾട്ടിപ്പിൾസ് ആൻഡ് ഫൈൻഡ് ദ ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ്. ഓക്കെ, 4 and 5. അപ്പോൾ ആദ്യം മൾട്ടിപ്പിൾ ഓഫ് 4 എഴുതുക, then മൾട്ടിപ്പിൾ ഓഫ് 5 എഴുതുക, എന്നിട്ട് കോമൺ മൾട്ടിപ്പിൾ എഴുതുക. ഇനി 3 and 6 മൾട്ടിപ്പിൾ ഓഫ് 3 എഴുതുക, മൾട്ടിപ്പിൾ ഓഫ് 6 എഴുതുക, അതിൽ കോമൺ ആയിട്ട് വരുന്ന എടുത്ത് എഴുതുക. ഇനി മൾട്ടിപ്പിൾ ഓഫ് 2 and 7 മൾട്ടിപ്പിൾ ഓഫ് 2 എഴുതുക, മൾട്ടിപ്പിൾ ഓഫ് 7 എഴുതുക, എന്നിട്ട് കോമൺ മൾട്ടിപ്പിൾ എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് ദ ലോവസ്റ്റ് നമ്പർ. LCM കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ താഴെ കൊടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം 2ന്റെയും 9ന്റെയും മൾട്ടിപ്പിൾസ് എഴുതുക, അതിന് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക, അതിന് ചെറിയ നമ്പർ എടുക്കുക. ഓക്കെ, അതുപോലെ 5 and 6 അറിയാലോ. 5ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക, 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക, അതിന് കോമൺ മൾട്ടിപ്പിൾസ് എടുക്കുക, അതിന് ചെറിയ നമ്പർ എടുക്കുക. അതാണ് LCM. ഓക്കെ, അതുപോലെ 8 and 12 ചെയ്യാലോ. You have 3 red, 4 blue and 9 green pencils which can be grouped with none left over each other. What is the least number of pencils you must have to make these groups? നിങ്ങളിൽ 3 റെഡ്, 4 ബ്ലൂ, 9 ഗ്രീൻ. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ഓഫ് 4, മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 9. അതിൽ ലീസ്റ്റ് നമ്പർ ഓഫ് പെൻസിൽ, ലീസ്റ്റ് എന്ന് പറയുന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് LCM. മനസ്സിലായോ? ലീസ്റ്റ്, ലോവസ്റ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? LCM ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഞാൻ അണ്ടർലൈൻ ചെയ്തിരുന്നത് വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് പെൻസിൽ. That means you have to find out the LCM of 3, 4 and 9. 3ന്റെയും 4ന്റെയും 9ന്റെയും LCM ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ LCM എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് ആദ്യം ചെയ്യേണ്ടത്. പറഞ്ഞേ, 3, 6, 9, 12, 15, 18, 21, 24, 27, 30, 33, 36, 39 അങ്ങനെ പോവും. 42, 45, 48. ഓക്കെ, ഇനി അടുത്ത നമ്പർ ഏതാ? 4 ബ്ലൂ. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസ് ഓഫ് 4, multiples of 4 പറഞ്ഞേ. 4, 8, 12, 16, 20, 24, 28, 32, 36, 40, 44, 48. അത്ര എഴുതിയാൽ മതി, എക്സെട്ര. ഇനി അടുത്തത് 9 ഗ്രീൻ. 9 മൾട്ടിപ്പിൾ ഓഫ് 9. ഇവിടെ 3 നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? 9, 18, 27, 36, 45, 54, എക്സെട്ര. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ 3ലും ലീസ്റ്റ് കോമൺ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ അടുത്ത എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? കോമൺ മൾട്ടിപ്പിൾസ്. 3 ആൻസറില്ല, 3 വരിയിലും വരണം ഒരേ നമ്പർ. നോക്കി, 24 ഈ 3ആണ്. 24 ഇല്ല, 27 ഇല്ല. 36 നോക്ക്, 3 വരിയിലും എന്ത് വരുന്നുണ്ട്? 36. അപ്പോ 36 ആണ് കോമൺ ആയിട്ട് വരുന്ന ആദ്യത്തെ നമ്പർ. ഇനി വരുന്നത് എന്താ? ഇവിടെ 45 ഉണ്ട്. 45 വരത്തില്ല, 54. അപ്പൊ 36 ആണ് എന്ത് ചെയ്യുന്നത്? ആദ്യം വന്നത് അല്ലേ? ഇവിടെ നമ്മൾ ലീസ്റ്റ് നമ്പർ അല്ലേ, കുറച്ചുകൂടെ എഴുതി നോക്കാം. 51, 54. ഇവിടെയും 48 കഴിഞ്ഞ അടുത്ത 52, 56 ആ വരുന്നത്. അപ്പം പറ്റില്ല. അപ്പൊ കോമൺ ആയിട്ട് വരുന്നു. നമുക്കിപ്പോ തൽക്കാലം ഒരെണ്ണം മതി. കോമൺ മൾട്ടിപ്പിൾ ലിസ്റ്റിൽ ആദ്യം വരുന്നത് ഏതാണ്? 36. ഇനി അങ്ങോട്ട് നമ്പേഴ്സ് വരും. അത് നിങ്ങൾ കുറച്ചുകൂടെ ലിസ്റ്റ് എഴുതിയാലേ നമുക്ക് ഇനി കോമൺ ആയിട്ട് വരുന്ന നമ്പർ കിട്ടുള്ളൂ. അതിന് നമുക്ക് എന്താ വേണ്ടത്? ലീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LCM.
ആദ്യം വരുന്ന നമ്പർ ഏതാ? 36. സോ ദ LCM ഈസ് 36. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ? 3 ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരുപാട് നമ്പേഴ്സ് എഴുതി നോക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ, ഒന്നിൽ കൂടുതൽ നമ്പർ കിട്ടും. നമുക്കിപ്പോൾ തൽക്കാലം LCM വേണ്ട, LCM കിട്ടി. ഓക്കെ, താങ്ക് യു. സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ലാസ്റ്റ് 36. സോ ഈ 9 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ ഉണ്ടാവണം, നോട്ട്സ് നോട്ട്ബുക്കിൽ ഉണ്ടാവണം. ഓക്കെ, റിമൈനിങ് പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഇനി ഫാക്ടർ, മൾട്ടിപ്പിൾ, കോമൺ മൾട്ടിപ്പിൾ, LCM, അതുപോലെ ഫാക്ടർ